कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം. നമ്മൾ ഇനി 48 രണ്ടാം അധ്യായത്തിലത്തെ കേട്ടോ. അപ്പോൾ ഇതിൽ കർമ്മത്തിൻ്റെ പിന്നിലുള്ള മനോഭാവം എന്താണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ. അതായത് വാട്ട് ആറ്റിറ്റ്യൂഡ് കർമ്മം ചെയ്യണതാണ് നല്ലത് എന്നുള്ളതാണ് കർമ്മത്തിൻ്റെ പിന്നിലുള്ള മനോഭാവം. അപ്പം നമുക്ക് 48 വായിക്കാം. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ധനഞ്ജയ എന്ന് പറഞ്ഞാൽ പിന്നെ അർജുനെ വിളിക്കുകയാണല്ലോ. അതായത് ധനമോഹത്തിന് ജയിച്ച ആളെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ധനത്തിനുള്ള ആഗ്രഹത്തിന് ജയിച്ച ആളെന്നർത്ഥം. എങ്ങനെ പറയാം അതിനെ? പലതും പറയാം. സംഘം ത്യക്ത്വ മീൻസ് ഈ ഫലത്തിന് എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫലത്തിനോടുള്ള ആഗ്രഹത്തിനെ ഉപേക്ഷിച്ച് മീൻസ് ഡിറ്റാച്ച്ഡ് ടു ദ റിസൾട്ട്സ് എന്നാണ് അർത്ഥം. സംഘം ത്യക്ത്വ പറഞ്ഞാൽ സംഘം അറ്റാച്ച്മെൻ്റ് ആണല്ലോ. ത്യക്ത്വം ഏതിനോട്? കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലങ്ങളോടുള്ള സംഘം ത്യജിക്കൂ, അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഡിറ്റാച്ച്ഡായിട്ട് ചെയ്യൂ എന്നാണ്. സിദ്ധ്യസിദ്ധ്യോ സമഃ ഭൂത്വ, അതായത് ആ കർമ്മത്തിന് കൊണ്ട് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള ഫലമാണെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഫലമാണെങ്കിലും, അതായത് ഇപ്പോൾ ജയോ പരാജയോ വിക്ടറിയോ ഡിഫീറ്റ് എന്നൊക്കെ പറയില്ല, എന്തായാലും നമ്മൾ വിചാരിച്ച ഫലമാണെങ്കിലും വിചാരിക്കാത്ത ഫലമാണെങ്കിലും അതിനെ സമഹഭൂത്വ, അതിനെ ഒരുപോലെ കാണുക. കാരണം എൻ്റെ കയ്യിലല്ല കർമ്മഫലം, അതൊക്കെ ഈശ്വരേച്ഛ പോലെ നടക്കുന്നു. എനിക്ക് കർമ്മം ചെയ്യാൻ അധികാരമുള്ളൂ എന്ന് പറഞ്ഞല്ലോ അതിനു മുമ്പേ. അപ്പോൾ അതന്നെ മനസ്സിൽ വിചാരിച്ചിട്ട് ഫലാപേക്ഷ ഇല്ലാതെ എന്ത് ചെയ്യുന്നതിന് നമ്മൾ വിചാരിച്ച ഫലം അല്ലെങ്കിൽ ജയം കിട്ടിയാലും വിചാരിച്ച ഫലം കിട്ടിയില്ല അല്ലെങ്കിൽ പരാജയം ഉണ്ടായാലും അതിനെ ഒരുപോലെ കണ്ടിട്ട് അതെൻ്റെ കയ്യിലല്ല എന്ന് നല്ലോണം മനസ്സിലാക്കിയിട്ട്, അത് ജയമാണെങ്കിലും അതെ, അല്ലെങ്കിൽ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അതൊന്നും എൻ്റെ കയ്യിലല്ല. സന്തോഷമാണെങ്കിലും ഭഗവാന്റെ ഇച്ഛ, ഞാൻ ചെയ്യണം എൻ്റെ മാക്സിമം കഴിവ് ഉപയോഗിച്ചിട്ട്. ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നു, അതും അതെ, ഞാൻ ഭഗവാന്റെ കയ്യിലുപകരണമാണ്. അപ്പോൾ ഫലത്തിൽ എനിക്ക് യാതൊരു കൺട്രോളും ഇല്ല. നല്ലത് വന്നാലും ഭഗവതിച്ഛ, ചീത്ത വന്നാലും ഭഗവതിച്ഛ, അങ്ങനെ വിചാരിക്കണം എന്നാണ്. അതാണ് സമഭൂത്വ എന്ന് പറഞ്ഞാൽ ഒരേപോലെ ഈക്വലി കാണണം എന്ന്. യോഗസ്ഥ, എന്നിട്ടോ ചെയ്യുമ്പോഴും അതെ, ആ എൻ്റെ ലക്ഷ്യം ഭഗവാനാണ് അല്ലെങ്കിൽ ബ്രഹ്മമാണ് എന്ന് വിചാരിച്ച് ആ ബ്രഹ്മത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ഇരുന്നു കൊണ്ടെന്നാണ് പറയണത്. യോഗസ്ഥ പറഞ്ഞാൽ എബൈഡിങ് ഇൻ ദ സെൽഫ്. ഇനി അത് പറ്റില്ലെങ്കിലും നമ്മൾ ആ എൻ്റെ ലക്ഷ്യം അതാണ് നല്ലോണം ഉള്ളിൽ നല്ലോണം വെച്ച് വേറൊന്നും ആലോചിക്കാതെ ആ ചെയ്യേണ്ട പണി ചെയ്യുക. അതാണ് യോഗസ്ഥ. എബൈഡിങ് ഇൻ ദ സെൽഫ് എന്നാണ് വേണമെങ്കിൽ പറയാം. അതായത് യോഗത്തിൽ ഇരുന്നു കൊണ്ടാണ് പറഞ്ഞാൽ എന്താ, ആ നമ്മളെ ലക്ഷ്യത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് കർമാണി കുരു, കർമ്മങ്ങളെ ചെയ്യൂ, അതിനാണ് സമത്വം യോഗ ഉച്യതേ. ഇങ്ങനെ നമ്മൾ ഫലാപേക്ഷയില്ലാതെ എന്ത് ഫലം കിട്ടിയാലും അതിനെ ഒരുപോലെ ഫേസ് ചെയ്ത് അഭിമുഖീകരിച്ച് പിന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നതിനെയാണ് സമത്വം യോഗ എന്ന് പറയണത്. അതിനെയാണ് ഇക്വാണിമിറ്റി ഓഫ് ദ മൈൻഡ് എന്ന് അതിനെയാണ് പറയണത്. സമത്വം യോഗേ ഉച്ചതേ എന്ന് പറഞ്ഞില്ലേ, അതിനെയാണ് നമ്മൾ സമത്വം എന്ന് പറയണത്. അതായത് ഒരേപോലെ, കാരണം നമ്മുടെ കയ്യിലല്ലല്ലോ, അതാണ്. അതായത് ഈക്വിലിബ്രിയം ഓഫ് ദ മൈൻഡാണ് യോഗേ. അതാണ് അത് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതില്ലാതെ. അതായത് നമുക്ക് ഈ ആ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം നമ്മുടെ ഒരാശ്രയം ഉണ്ടല്ലോ നമുക്ക്,
അതല്ലേ ബ്രഹ്മം, നമ്മൾ ഭഗവാൻ. ആ ആരെയാണ് നമ്മൾ ആശ്രയിച്ചിട്ടാണ് എല്ലാം ചെയ്യണം എന്നുള്ളത് നമുക്ക് ബോധമുണ്ടല്ലോ. ആ ആശ്രയത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം. ഭഗവാനോ ബ്രഹ്മെന്നോ എന്താ വെച്ചാൽ പറയാം. അതിനെയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യണത്. എന്നിട്ട് എപ്പോഴും കർമ്മം ചെയ്യുമ്പോഴൊക്കെ ആ ഭഗവാനാണ് എന്നെക്കൊണ്ട് ചെയ്യിക്കുന്നത്, ഇത് ഭഗവാനുള്ളൊരു ആരാധനയാണെന്ന് ഭഗവാനെ എപ്പോഴും, അല്ലെങ്കിൽ ബ്രഹ്മോ എന്താ വെച്ചാൽ അതിനെ മനസ്സിൽ കണ്ടുകൊണ്ട്, ആ ലക്ഷ്യത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഭഗവാനുള്ളൊരു ആരാധനയായിട്ട് ചെയ്യണം. അതാണ് പറയണത്. ആൻഡ് ഓഫറിങ് എവ്രിതിങ് ദാറ്റ് വി ഡു ടു ഭഗവാൻ. മനസ്സിലായില്ലേ? അങ്ങനെ ആയാൽ തന്നെ വളരെ ശരിയാണ്. അങ്ങനെ ആയാൽ തന്നെ നമുക്ക് ഈ ഫലത്തിനോടുള്ള ആ സംഘം, അറ്റാച്ച്മെൻറ്റ് കുറയും. ഈസിയറാണ്. അങ്ങനെ നമ്മൾ ഈശ്വരൻ്റെ കയ്യിലത്തെ ഒരു ഉപകാരനാണെന്നും ഈശ്വരൻ ചെയ്യിക്കണ പോലെ ചെയ്യുന്നു, എനിക്ക് ഫലത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ല, കൺട്രോളും ഇല്ല എന്ന് വിചാരിച്ച് ഈശ്വരാരാധനയായിട്ട് നമ്മൾ കർമ്മം ചെയ്താൽ നമുക്ക് ഈ ഫലത്തിനോട് ഇത്ര അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ട് പറ്റും. അതാണ്, അത് ഈശ്വരഹിതാണ് നടക്കുന്നത്. ഈ ഈശ്വരനെ എനിക്ക് ലഭിക്കുന്നത് പോലും ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്, അല്ലേ? എനിക്കങ്ങനെ ഞാൻ ഈശ്വരനിൽ എത്തിച്ചേരാൻ അതും എനിക്ക് എൻ്റെ കയ്യിലല്ല, അതും ഈശ്വരൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ കൃപ നമ്മൾ പറയൂലോ, അതും ഈശ്വരഹിതാണ് എന്ന് പറഞ്ഞൊക്കെ ഈശ്വരന് വിട്ടുകൊടുക്കണം. അതാണ് ശരിക്ക് യോഗബുദ്ധി എന്ന് പറയണതേ. ശരിക്കേ അതാണ് യോഗബുദ്ധി. അതായത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ സ്വസ്വരൂപം മറക്കാതിരിക്കണം. അതാണ് യോഗബുദ്ധി എന്ന് പറയുന്നത്. അതാണ് ശരിക്ക് യോഗസ്ഥ കുരു കർമാണി എന്ന് പറഞ്ഞു വെച്ചാൽ, ചെയ്യുമ്പോഴൊക്കെ ഇതൊക്കെ ഭഗവാൻ ചെയ്യിക്കണതാണ്, ഭഗവാനുള്ള ആരാധന എന്ന് വിചാരിച്ച് ചെയ്യണതാണ് യോഗസ്ഥനായിട്ടിരിക്കണതേ. അതാണ്. അപ്പോൾ ഈ സമത്വത്തോടു കൂടി നമുക്ക് കണ്ടാൽ ചെയ്യണതൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഫലം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ ചെയ്യണത് നല്ലോണം എൻജോയ് ചെയ്യും, നമ്മൾ ആസ്വദിച്ച് ചെയ്യും എന്ത് കർമ്മവും. അതാണ് നമുക്ക് ആ സമത്വം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബ്ലിസ്സാണ്. ആ ബ്ലിസ്സ് ഒരു നമുക്ക് ശരിക്കും ഒരു നിർവൃതിയാണ് അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ. നമ്മളൊന്നും ആഗ്രഹിച്ചിട്ടല്ല, ഭഗവത് ആരാധനയായിട്ട്. അപ്പം നമ്മളധികം എൻജോയ് ചെയ്യുക. അതാണ് പറയണത്. കാരണം നമ്മുടെ ആ സ്വസ്വരൂപത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ട്, അത് ഭഗവാനോ ബ്രഹ്മോ എന്താ വെച്ചാൽ അതിനെ കണ്ടിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കർമ്മങ്ങളും ഒരു വളരെ ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് പറയണത്. അതാണ് പറയണത്. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ സ്വസ്വരൂപം മറക്കാതെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണതാണ് എന്നാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് എത്ര ഇതിൽ പറയാനുള്ളൂ കേട്ടോ. അതായത് യോഗസ്ഥം, അതിനാണ് സമത്വം യോഗ ഉച്ചത എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഈ ഒറ്റ കാര്യം, ഈ ഒരു സമത്വം വെച്ചാൽ ഫലങ്ങളിൽ പിന്നെ സംഘമില്ലാതെ ഡിറ്റാച്ച്ഡായിട്ട് ഭഗവാന്റെ ഒരു ആരാധനയായിട്ട് ചെയ്ത് നല്ലത് വന്നാലും ചീത്ത വന്നാലും ജയം വന്നാലും പരാജയം വന്നാലും സന്തോഷം വന്നാലും ദുഃഖം വന്നാലും ഒക്കെ ഈശ്വരഹിതാണെന്ന് വിചാരിക്കുന്നതാണ് സമത്വം യോഗ ഉച്ചത്. അതാണ് സമത്വം. അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോവാം. ഇത് ഒന്നും കൂടി വായിക്കാം. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. ഇനി അടുത്തലെന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ശരിക്ക് ഒരു സ്മൂത്ത് ലൈഫ്, ഒരു അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നുമില്ലാതെ വളരെ സ്റ്റഡി ആയിട്ട് എല്ലാം വേണ്ട പോലെ ആവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കണതിന് അർത്ഥമില്ല. അപ്പം അത് പ്രതീക്ഷിക്കണ്ട. ഓക്കെ, എല്ലാവരുടെ ജീവിതത്തിലും സുഖങ്ങളും ദുഃഖങ്ങളും കുണ്ടുകളും കുന്നുകളും ഉണ്ടാവും. എൻ്റെ ജീവിതത്തിലും ഉണ്ടാവും, എൻ്റെ 4 പുറമുള്ളവരുടെ ഉണ്ട്. അതൊക്കെ ഈശ്വരേച്ഛയാണ് എന്ന് വിചാരിച്ച് വരുന്നതിനെയൊക്കെ സമഭാവനയോടുകൂടി സഹിക്കണം എന്ന് തന്നെയാണ് പറയണത്. എത്ര നല്ലൊരു പിന്നെ ഉപദേശമാണ് അല്ലേ. ഇനി 49. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാ ഫലഹേതവാം. ധനഞ്ജയ അർജുനെ വിളിക്കുന്നു. ബുദ്ധിയോഗാത് ദൂരേണ കർമ്മ, അതായത് പിന്നെ
കർമ്മം ബുദ്ധിയോഗാത് ദൂരേണ കർമ്മ, അതായത് ബുദ്ധിയോഗത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, അതായത് ആരാണ് കർമ്മങ്ങൾ പിന്നെ ഈശ്വരബുദ്ധിയോടുകൂടി ചെയ്യാത്തത്, ഈശ്വരബുദ്ധിയോടുകൂടി ചെയ്തില്ലെങ്കിൽ എന്തായാലും ഫലത്തിനെ പറ്റി നമ്മൾ പിന്നെ എപ്പോഴും നമുക്ക് വേവലാതിപ്പെടേണ്ടി വരും. ഈശ്വരബുദ്ധിയോട് കൂടിയിട്ട്, അതായത് ഈശ്വരാരാധനയാണ്, ഈശ്വരൻ്റെ ഹിതം പോലെ ഇതിൻ്റെ ഫലം എനിക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചില്ലെങ്കിൽ, അതാണ് ബുദ്ധിയോഗ എന്ന് പറഞ്ഞത്. ബുദ്ധിയോഗ ദൂരേണ, അങ്ങനെയുള്ള ബുദ്ധിയിൽ നിന്ന് ദൂരെ മാറിയിട്ടാണ് കർമ്മം ചെയ്യണം വെച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശ്വരനിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരൻ തരുന്നത് എനിക്ക് യാതൊരിതിൽ നിയന്ത്രണമില്ല എന്ന് വിചാരിക്കാതെ ആര് കർമ്മം ചെയ്യുന്നുവോ അവർക്ക് തീർച്ചയായിട്ടും ഫലത്തിൽ ഭയങ്കര സംഘവും അറ്റാച്ച്മെൻ്റ് ആവും. അവരം അങ്ങനത്തെ കർമ്മങ്ങൾ, അതായത് ഫലേച്ഛയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ അവരം എന്താ ശ്രേഷ്ഠമല്ല, ഇൻഫീരിയറാണെന്ന്, ശ്രേഷ്ഠമല്ല, അത്ര നല്ലതല്ല എന്നർത്ഥം. ചുരുക്കം കാമ്യം ഫലം ആഗ്രഹിച്ച് ഇങ്ങനെ കർമ്മം ചെയ്യണത് ഒട്ടും അവരെന്ന് പറഞ്ഞാൽ ഇൻഫീരിയറാണെന്ന്, മോശമാണെന്ന്, അല്ലെങ്കിൽ അതിന് ഗുണം ഇല്ല. എന്താ അറിയോ? അവരം ബുദ്ധൗ ശരണം അന്വിച്ച, നമ്മൾ ബുദ്ധിയിൽ നമ്മൾ ബുദ്ധിയെ ശരണാഗതി അടയൂ. ബുദ്ധി ഏതാ ബുദ്ധി? ഈശ്വരബുദ്ധി ശരണാഗതി അടയൂ. ശരണം അന്വിച്ച, അതായത് വിസ്ഡം, അതാണ് വിസ്ഡം, ഈശ്വരബുദ്ധി. ഫലഹേതവഹ കൃപണാഹ, ആരാണ് ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്യുന്ന അവർ ശരിക്ക് പറയാച്ചാൽ നിർഭാഗ്യവാന്മാരാണെന്ന്. അവരോട് ശരിക്ക് കൃപ, അവർ ശരിക്ക് ദയ അർഹിക്കുന്നവരാണ്. ആക്ച്വലി ദേ ഡിസേർവ് സിമ്പതി. കൃപണന്മാരെ പറഞ്ഞാൽ എന്താ? കൃപ അർഹിക്കുന്നവരെ. എങ്ങനെയുള്ളവരാ അറിയോ? അവർ ഫലാപേക്ഷയോടുകൂടി, എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ഫലാപേക്ഷയോടുകൂടി ചെയ്യുമ്പോൾ നമുക്കത് നമ്മൾ തന്നെയാണ് ചെയ്യണമെന്നും എൻ്റെ നിയന്ത്രണത്തിലാണെന്നും ഞാനാണ് അതിൻ്റെ ഫലം അനുഭവിക്കാൻ പോണത്, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അതായത് കർത്തൃത്വവും ഭോക്തൃത്വം ഉണ്ട്, ഡുവർഷിപ്പും എൻജോയർഷിപ്പും നല്ലോണം ഉണ്ടാകും. അങ്ങനെയാകുമ്പോൾ എന്താ, നമുക്ക് ആ കർമ്മ ബോണ്ടേജ്, കർമ്മബന്ധനം വരും അല്ലേ? ഞാനാണ് ചെയ്യണത്, എനിക്കതിൻ്റെ ഫലം അനുഭവിക്കണം എന്നുള്ള ആ മനോഭാവം കൊണ്ടാണ് നമുക്ക് കർമ്മബന്ധനം ഉണ്ടാവണം. അപ്പം നമുക്ക് ആ ഫലം സാധിക്കുമ്പോൾ ഇനിയും കിട്ടണമെന്ന് വിചാരിച്ച് പിന്നെയും ചെയ്യും. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും, പിന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ ചെയ്യും. അപ്പം അത് കണ്ടിന്യൂ ചെയ്യും ജന്മജന്മാന്തരങ്ങളിലായിട്ട്. അപ്പം അങ്ങനെ ഫലാപേക്ഷയോടുകൂടി കർമ്മം ചെയ്താൽ എന്താ ബുദ്ധിമുട്ട്? നമുക്ക് ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കൃപണൻ പറയുന്നത് അങ്ങനെയുള്ളവർ നിർഭാഗ്യവാന്മാരാണ്, അവർ കൃപ അർഹിക്കുന്നു. ദേ ആർ അൺഫോർച്ചുനേറ്റ് ആൻഡ് ദേ ഡിസേർവ് സിമ്പതി ശരിക്ക്. കാരണം ഇങ്ങനെ ഫലാപേക്ഷയോട് കൂടിയിട്ട് ആഗ്രഹിച്ച് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കർമ്മബന്ധനം കൂടി വരികയാണേ. അപ്പം പിന്നെന്താ, ഇങ്ങനെ നമ്മൾ ഈ ജനന മരണ ചക്രത്തിൽ ചുറ്റി തിരിഞ്ഞും കൊണ്ടേയിരിക്കണം, അതിന് അവസാനമില്ല. അപ്പോൾ അങ്ങനെ ഫലാപേക്ഷയോടുകൂടി ചെയ്യണവർ ശരിക്കും തന്നെ സിമ്പതി അർഹിക്കണവരല്ലേ കൃപണന്മാരെന്ന്. അതുകൊണ്ടാണ് പറയണത് കൃപണന്മാരെച്ചാൽ അതാണ് ഫലാപേക്ഷയോടുകൂടി ചെയ്ത് കർമ്മബന്ധനത്തിൽ കുഴങ്ങണവരെയാണ്. നമ്മളെ ലക്ഷ്യം ഈശ്വരനല്ലെങ്കിൽ തീർച്ചയായിട്ടും ഫലാപേക്ഷ ഉണ്ടാവും. അതാണ് പറയണത്. അപ്പോൾ പക്ഷെ നമ്മൾ നേരെ തിരിച്ച് അപ്പം നമുക്ക് ഈശ്വരന് വേണ്ടി ഞാൻ ചെയ്യണം, ഈശ്വരൻ എന്നെക്കൊണ്ട് ചെയ്യിക്കുകയാണ്, എന്തോ ഫലം തരട്ടെ, ഈശ്വരഹിതം പോലെ എനിക്ക് ഫലം കിട്ടുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്താ ഗുണം അറിയോ? അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ കൂടി വരില്ല. അതാണ് ആഗ്രഹങ്ങൾ കൂടി വരുമ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി പിന്നെയും ചെയ്യേ. അതുകൊണ്ടാണ് പറയണത് ഈശ്വരബുദ്ധിയിൽ ശരണാഗതി തേടൂ, ആ ഈശ്വരബുദ്ധിയെ ആശ്രയിക്കൂ, ടേക്ക് റെഫ്യൂജ് ഇൻ ഈശ്വരബുദ്ധി. അത് പറയണത് അതുകൊണ്ടാണ്. ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുക്കൂ എല്ലാ ഫലങ്ങളും.
എന്നിട്ട് നമ്മൾ സ്വധർമ്മം ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്ന് വിചാരിച്ചിട്ട് സ്വധർമ്മം ഏറ്റവും നന്നായി ചെയ്യാൻ നോക്കൂ. ഈ കൃപണന്മാർക്ക് എന്നും കർമ്മബന്ധനാണ്. അവർ പാവം, അതുകൊണ്ടാണ് അൺഫോർച്ചുനേറ്റ് പറഞ്ഞ നിർഭാഗ്യവന്മാരത്. അവർക്ക് ഈ നെവർ എൻഡിങ് സൈക്കിൾസ് ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, ജനനമരണ ചക്രത്തിൽ നിന്ന് മോചനമില്ല. അതാണ് പറയണത്. അപ്പോൾ നമ്മൾ ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇൻഫീരിയറാണ്, മീൻസ് ഗുണം കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് കർമ്മബന്ധനം ഉണ്ടാവും. അതുകൊണ്ടാണ് അതായത് കർമ്മഫലം അനുഭവിക്കേണ്ടിയും അത് പിന്നെയും ചെയ്യും. അതുകൊണ്ടാണ് അത് ഇൻഫീരിയറാണ് പറയണത്, അല്ലാണ്ടൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് ഈ ഈശ്വരബുദ്ധിയെ തന്നെ ആശ്രയിച്ചിട്ട് ബുദ്ധവും ശരണം മന്വിച്ചാൽ പറഞ്ഞില്ലേ, ഈശ്വരബുദ്ധിയെ ആശ്രയിക്കൂ പറഞ്ഞാൽ എന്താ? ഞാൻ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യണു, ഞാൻ ഈശ്വരൻ്റെ കയ്യിലൊരു ഉപകരണമാണ്, വെറും ഒരു ടൂളാണ്. ഈശ്വരേച്ഛ പോലെ എനിക്ക് ഫലം കിട്ടും, എന്ത് വന്നാലും അത് ഈശ്വരൻ്റെ ഹിതാണ് എന്ന്, അതാണ് മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ കൂടില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങളില്ലാത്ത ഒരാൾ എത്രയോ അധികം മനസ്സുഖവും മനഃശാന്തിയും അനുഭവിക്കുകയും ചെയ്യും. പക്ഷേ യൂഷ്വലി എങ്ങനെ അറിയോ, സെൽഫിഷായിട്ടുള്ളവരാണ് കൃപണന്മാർ. എനിക്ക് മാത്രം വേണം അങ്ങനെയുള്ളവരെയാണ് ശരിക്കും കൃപണന്മാർ. അതും കൂടി ആവുകയെ, അതാണ്. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണമെങ്കിൽ സ്വധർമ്മം ഭഗവാന്റെ ഒരു ഉപകരണമായിട്ട്, ഭഗവതർപ്പിതമായിട്ട്, ഭഗവാനുള്ള ഒരു ആരാധനയായിട്ട് ഫലാപേക്ഷ കൂടെ ഇല്ലാതെ ചെയ്താൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. അപ്പം നമുക്ക് ആ യോഗബുദ്ധി തന്നെ വരും. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ എഫിഷ്യൻസിയും കൂടും. നമ്മൾ അത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യണത്. കാരണം എന്താ അറിയോ, ഫലത്തിനെ പറ്റിയൊന്നും അറിയില്ല. അപ്പോൾ ആ ചെയ്യണ കാര്യത്തിൽ തന്നെ ശ്രദ്ധ. ആ യോഗബുദ്ധി അഥവാ വ്യവസായാത്മക ബുദ്ധി എന്നൊക്കെ പറയണത് അതാണ്. അത് ഈശ്വരനിൽ തന്നെയാണ് നമ്മുടെ മനസ്സേ. സ്വരൂപത്തിൽ തന്നെ മനസ്സ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതായിട്ട് ചെയ്യും. കാരണം അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യും. കാരണം ഈശ്വരന് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ നമ്മളൊരു പായസമൊക്കെ ഉണ്ടാക്കുക വെച്ചാൽ നമ്മളെ നല്ലോണം സൂക്ഷിക്കുമല്ലോ. അതിൽ ഒന്നും കൂടിയും കഴുകും അല്ലേ? എന്നിട്ട് തലനാരൊന്നുമില്ല, അല്ലെങ്കിൽ ചണ്ടിത്തല്ലിയാന്ന് ഒന്നും കൂടി സാധാരണ നമുക്ക് കുക്ക് ചെയ്യണേക്കാൾ ഇപ്പോൾ നമ്മളൊരു നൈവേദ്യം ഉണ്ടാക്കുക വെച്ചാൽ ചെയ്യുമല്ലോ. അപ്പോൾ ഈച്ച് കർമ്മവും അങ്ങനെ ഒരു നൈവേദ്യമായിട്ട് ചെയ്യാച്ചാൽ നമുക്ക് നന്നായിട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ബെസ്റ്റായിട്ട് ചെയ്യാനും പറ്റും. ഫലം ഈശ്വരൻ തരുന്ന വിചാരിച്ചാൽ അറിയില്ല. അതാണ് ഏറ്റവും ഒരു സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണവർക്ക് നല്ല മനസ്സമാധാനം ഉണ്ടാവും എന്നും പറയണത് ഭഗവാൻ. അതൊക്കെ വളരെ ശരി തന്നെയാണ്. ഇപ്പം ഇതിലെന്താ പറഞ്ഞില്ലേ, നമ്മൾ ഭഗവാൻ്റെ ഈശ്വരബുദ്ധിയെ ആശ്രയിച്ചിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി അപ്പോൾ അല്ലാതെ ചെയ്യണവർക്ക് ഒരിക്കലും ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ ചെയ്യണം പറഞ്ഞാൽ, ഈ ഭഗവാനെ ഈശ്വരബുദ്ധിയെ നമ്മൾ ആശ്രയിച്ചിട്ട് നമ്മളിങ്ങനെ ഈ ലൗകികമായിട്ടുള്ളതും ആധ്യാത്മിക സ്പിരിച്വലായിട്ടുള്ള ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ശാന്തി കിട്ടുമെന്ന് ഇനി അടുത്തതിൽ പറയൂട്ടോ. അപ്പോൾ നമുക്ക് 49 വായിച്ചിട്ട് നമുക്ക് 50ലേക്ക് പോവാം. ഞാൻ നോക്കട്ടെ. അതെ 49 അല്ലേ നമ്മൾ ചെയ്തത്? അതെ 48 വായിച്ചു. ഇനി നമുക്ക് 49 കഴിഞ്ഞിട്ട് 50ലേക്ക് പോവാം കേട്ടോ. അപ്പോൾ 49 ഒന്ന് വായിക്കാം. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ. അതാണ് യോഗബുദ്ധിയിൽ, ഈശ്വരബുദ്ധിയിൽ ശരണം പ്രാപിക്കൂ. കൃപണാഹ ഫലഹേതവ. ഫലം ആഗ്രഹിച്ച് ചെയ്യണവർ കൃപണന്മാരാണ് അല്ലേ? ഇനി 50. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ഇനി എന്താണ് സ്കിൽഫുള്ളി ഡൂയിങ്? എങ്ങനെയാണ് കർമ്മം സ്കിൽഫുള്ളി വിത്ത് ഡെക്സ്റ്ററിറ്റി, എങ്ങനെയാണ് നല്ലതായിട്ട് കർമ്മം ചെയ്യുക, കൗശലത്തോടു കൂടി കർമ്മം ചെയ്യാന്ന് ഇതിൽ പറയട്ടോ. അതോ ഇഹ ഇൻ ദിസ് വേൾഡ് ബുദ്ധിയുക്ത, അതായത് ആരാണ് ഈശ്വരബുദ്ധിയെ ആശ്രയിക്കുന്നത്, കഴിഞ്ഞത് പറഞ്ഞ പോലെ ഈ യോഗബുദ്ധിയെ ആശ്രയിക്കുന്നത്.
ആരാണ് ഈശ്വരബുദ്ധിയെ ആശ്രയിക്കുന്നത്? ഉഭേ സുഹൃത ദുഷ്കൃതേ ജഹാദി. എന്നിട്ട് നല്ലത് വന്നാലും ചീത്ത വന്നാലും, അല്ലെങ്കിൽ ചെയ്യുന്നതിനെ നല്ല ആക്ഷനാണോ ചീത്ത ആക്ഷനാണോ എന്നൊന്നും നമ്മൾ അതൊന്നും ആലോചിക്കാതെ യോഗസ്ഥിതിയിൽ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കണ കർമ്മമാണ്. ഇപ്പോൾ ഈ നോക്കൂ, യുദ്ധം ചീത്തയാണെന്ന് തോന്നണ്ട പിന്നെ അർജുനൻ അതുകൊണ്ടാണല്ലോ ചെയ്യാത്തത്. പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ അത് ആലോചിക്കേണ്ടെന്ന് പറയണം. പല സന്ദർഭത്തിലും നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരികയെ, അപ്പം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. നമുക്ക് ഡൂവർഷിപ്പ് പാടില്ല, കർത്തൃത്വം. അപ്പം അതിന് പാപബന്ധനമില്ല. ഇപ്പോൾ ഒരു ജഡ്ജിക്ക് വധശിക്ഷ വിധിക്കുമ്പോൾ ശരിക്കും വളരെ വിഷമാണല്ലോ. അതേ പറ്റുള്ളൂ. ആ ഒരു മനോഭാവം ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ? അതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സുഹൃത ദുഷ്കൃത ജഹാദി. റിനൗൺസ്, അതായത് ത്യജിക്കൂ. എന്ത് നല്ല കർമ്മമാണോ അപ്പം എനിക്ക് ചെയ്യേണ്ടി വരുന്നതാ, ചീത്ത കർമ്മമാണോ എനിക്ക് ചെയ്യേണ്ടി വരുന്നതാ എന്നുള്ള ആ വിചാരം. എന്നിട്ട് ഈ ഈശ്വരബുദ്ധി, അതായത് ഈശ്വരബുദ്ധി ആശ്രയിക്കൂ. എന്നിട്ടോ അങ്ങനെ ചെയ്താൽ യോഗ കർമ്മസു കൗശലം. ഈ ഈശ്വരബുദ്ധി അഥവാ യോഗബുദ്ധി ആണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും കൗശലത്തോടുകൂടി സ്കിൽഫുള്ളി ചെയ്യാൻ സാധിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളെ ഏറ്റവും നന്നായിട്ട് ഏത് കർമ്മം ചെയ്യണമെങ്കിലും ഈ ഈശ്വര ബുദ്ധി ആശ്രയിച്ചാൽ മതിയെന്ന്. അപ്പം എന്താണ് ഇതിൽ കൗശലം? എന്താണ് എങ്ങനെയാണ് സ്കിൽഫുള്ളി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കർമ്മം ചെയ്യുക വിത്ത് ഡെക്സ്റ്ററിറ്റി, അല്ലെങ്കിൽ നല്ല സാമർഥ്യത്തോടു കൂടി, കൗശലം സാമർഥ്യത്തോടു കൂടി എങ്ങനെ ഒരു കർമ്മം നന്നായി ചെയ്യാം? ഭഗവാൻ പറയണു, ഈശ്വരബുദ്ധിയെ ആശ്രയിക്കൂ. എന്താ ഈശ്വരബുദ്ധി? ഞാൻ ഈശ്വരനെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഞാൻ ഈശ്വരൻ്റെ കയ്യിലൊരു വെറും ഉപകരണം മാത്രം. എൻ്റെ സ്വധർമ്മമാണ് ഞാൻ ഇപ്പം അനുഷ്ഠിക്കുന്നത്. അത് ഞാൻ ഈശ്വരനുള്ളൊരു ആരാധനയായിട്ട് ചെയ്യണു. ഫലം നിശ്ചയിക്കുന്നതും ഈശ്വരനാണ്. അതെന്തായാലും ഈശ്വരഹിതാണ്. ഇതാണല്ലോ യോഗബുദ്ധി. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ യോഗബുദ്ധിയോടുകൂടി കർമ്മം ചെയ്യണതാണ് കൗശലം, അതാണ് സാമർഥ്യം, അതാണ് സ്കിൽഫുള്ളി. ഹൗ ക്യാൻ യു ഡു ആക്ഷൻ സ്കിൽഫുള്ളി? ഈശ്വരബുദ്ധിയെ ആശ്രയിച്ച് ചെയ്താൽ മതി. എന്നാൽ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് കർമ്മം ചെയ്യാൻ പറ്റാം. അതാണ് കൗശലം എന്ന് പറഞ്ഞാൽ, കൗശലകർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മളെ അറ്റ് ബെസ്റ്റ് നമ്മൾ ചെയ്യും അങ്ങനെയാകുമ്പോൾ. അതാണ് പറയണത് കൗശലം. അപ്പം എന്താ വെച്ചാൽ മാത്രമല്ല, നമ്മൾ ഏറ്റവും നന്നായി ചെയ്യും. അതേസമയം നമുക്ക് കർമ്മബന്ധനം ഇല്ലേ? അതാണ് കർമ്മബന്ധനം ഇല്ല. കാരണം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് ആ ചെയ്യണ കർമ്മത്തിലേ ഉള്ളൂ, നോട്ട് ഇൻ ദ റിസൾട്ട്സ്. അപ്പം നമ്മൾ നന്നായി ചെയ്യേ, കർമ്മബന്ധനം ഇല്ലേനും. അതാണ് കർമ്മബന്ധനം ഇല്ലാതെ, കർമ്മബന്ധനത്തിന് ഒരു ഇട കൊടുക്കാതെ ഈശ്വരബുദ്ധിയെ ആശ്രയിച്ച് കർമ്മം ചെയ്യുന്നതാണ് കൗശലം. അതാണ് സ്കിൽഫുള്ളി ഡൂയിങ് ദ കർമ്മം. മനസ്സിലായില്ലേ? അതാണ്, ദാറ്റ് ഈസ് ദ സ്കിൽഫുൾ വേ ഓഫ് ഡൂയിങ് ആക്ഷൻ. ഈശ്വരബുദ്ധി ആശ്രയിക്കുക. അതായത് ഞാൻ വെറും ഒരു ഇൻസ്ട്രുമെൻ്റ്, സത്യമല്ലേ അത്? ശരിക്കും ആലോചിച്ച് നോക്കൂ. ശരിക്കും നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് ഭഗവാന്റെ കയ്യിൽ. ആൻഡ് എന്താ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിക്കണത്? ഞാൻ ചെയ്യണു. ആൻഡ് എനിക്കതിൽ ഞാനാണ് ചെയ്യണമെന്നുള്ള ഭാവമില്ല. കാരണം എനിക്കിപ്പോൾ ഒരു നേരം തലതിരിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഒന്ന് തലവേനിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കാലൊന്ന് ഒടിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒക്കെ ഭഗവാന്റെ ശക്തി കൊണ്ട് തന്നെ ഞാൻ ചെയ്യണത്. അപ്പോൾ എൻ്റെ ഈ കർമ്മ ഈ ജഡശരീരം ചെയ്യണു, അതൊന്നും എൻ്റെ ആത്മാവിനെ ഒന്നും അഫക്റ്റ് ചെയ്യണമില്ല. അപ്പോൾ ഞാൻ ആ യോഗബുദ്ധിയോടുകൂടി ചെയ്യട്ടെ. എന്നാൽ എൻ്റെ എല്ലാ കർമ്മങ്ങളും പെർഫെക്റ്റ് ആവുമല്ല, എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യും. പെർഫെക്റ്റായിട്ടുള്ള കർമ്മങ്ങൾ മുഴുവൻ യോഗബുദ്ധിയൊന്നുമില്ല. എന്താ പറയുക, ഇപ്പോൾ ഒരു റോബോട്ട് നമ്മളെന്തെങ്കിലും പ്രോഗ്രാം ചെയ്താൽ പെർഫെക്റ്റായിട്ട് ചെയ്യും. റോബോട്ട് യോഗിയാണോ? അല്ല. എത്രയോ ആൾക്കാർ പെർഫെക്റ്റായിട്ട് ചെയ്യും. ഹിരണ്യകശിപു, രാവണനൊക്കെ പെർഫെക്റ്റ്ലി ചെയ്തു. പക്ഷെ അതൊന്നും യോഗബുദ്ധിയല്ല, ഭയങ്കരമായിട്ട് ഫലാപേക്ഷയോട് കൂട്ടാണ് ചെയ്തത്, അല്ലേ? ഈവൻ തപസ്, എനിക്ക് അത് വേണം, എനിക്ക് ലോകത്തിലെ ഹിരണ്യകശിപൊക്കെ എന്തെല്ലാം വരം ചോദിച്ചു, അല്ലേ?
ആര്യനെ ഇങ്ങനെ നരസിംഹമായിട്ട് വന്നിട്ട് തന്നെ കൊല്ലേണ്ടി വന്നു ഭഗവാന്, അല്ലേ? രാവണനും അതെ, മനുഷ്യനായിട്ട് വന്ന് കൊല്ലേണ്ടി വന്നു. അപ്പോൾ അവരൊക്കെ പെർഫെക്റ്റ് ആക്ഷൻ ചെയ്ത് ശരിക്ക് പെർഫെക്റ്റ് തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി. പക്ഷെ അതൊന്നും യോഗബുദ്ധിയല്ല. യോഗബുദ്ധി ആവണമെന്ന് എങ്ങനെ വേണം? ഭഗവാന്റെ ഒരു ഇൻസ്ട്രുമെൻ്റാണ്, ഒരു ടൂളാണ്, ഒരു ഉപകരണമാണെന്ന് വിചാരിച്ച് ഭഗവതർപ്പണമായിട്ട് ചെയ്യണം, എന്നാലേ ആവുള്ളൂ, അല്ലാണ്ടാവില്ല. അപ്പം നമ്മളെപ്പോഴും യോഗബുദ്ധിയോട് കൂടി ചെയ്യണേ, അതാണ്, മനസ്സിലായില്ലേ? അതാണ് ഇതിൽ പറഞ്ഞ. അങ്ങനെ ചെയ്യലാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് കർമ്മം ചെയ്യാനും സന്തോഷമായിട്ട് ചെയ്യാനും, അതാണ് ബ്ലിസ്ഫുള്ളാവും. ഇപ്പോൾ നമുക്ക് ശരിക്കും നിർവൃതിയാവും അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ. ഇന്ന തരത്തിൽ വേണം ഫലം എന്നുള്ള വിചാരമില്ല. എന്ത് തന്നാലും ഈശ്വരൻ്റെ ഇഷ്ടമാണെന്നാണ് വിചാരിക്കണമെന്ന് വെച്ചാൽ നമുക്ക് പറ്റണതിൻ്റെ മാക്സിമം നന്നായിട്ട് ചെയ്തു, എത്ര രസമായിട്ട് ചെയ്യാം. അതാണ് ഭഗവാൻ പറയണത്, അതാണ് കൗശലം. നിങ്ങൾക്ക് കർമ്മം കൗശലത്തോടു കൂടി ചെയ്യണോ, അല്ലെങ്കിൽ സ്കിൽഫുള്ളി അല്ലെങ്കിൽ ഡെസ്ട്രേറ്റോട് ചെയ്യണോ, നിങ്ങളിത് ചെയ്താൽ മതി എന്ന് പറയുകയാണ് ഭഗവാൻ. എത്ര നന്നായിട്ട് പറഞ്ഞു തരുന്നു ഭഗവാൻ. അത് ഈശ്വരബുദ്ധി പറഞ്ഞാൽ അതാണ്. ഭഗവാനെ ഉള്ള ആരാധനയായിട്ട് ചെയ്യൂ, അപ്പം നമുക്ക് കിട്ടണതൊക്കെ ഭഗവാൻ്റെ. അപ്പം അതിനെപ്പറ്റിയൊന്നും നമ്മൾ ആലോചിക്കേണ്ടല്ലോ, അതാണ് ഗുണേ. ഇതൊക്കെ എത്ര പ്രാക്ടിക്കലാണ് നമുക്കെന്നറിയോ. കുറേ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നിത്യജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് തോന്നുന്നു, ഞാൻ ഇത് ചെയ്താൽ ഗുണം ഉണ്ടാവുമോ. അത് നമുക്കിപ്പോൾ ആലോചിച്ചിട്ട് കാര്യമുണ്ടോ, അല്ലേ? അത് ഒരു കാര്യം. ഇപ്പം ഞാൻ പറയും, നമ്മൾ ഒരു കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുട്ടികളോടൊക്കെ, പക്ഷെ അതെനിക്ക് വളരെ ഒരു ഇതായിട്ട് തോന്നാറുണ്ട്. നമുക്ക് കുട്ടിക്കാലത്ത് കുട്ടികളോടൊക്കെ പറയും, നമ്മൾ സാധാരണ വിളക്ക് കൊളുത്തി നിങ്ങൾ പ്രാർത്ഥിക്കൂ കേട്ടോ, അവരെ ഇരുത്തും, പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മളും പ്രാർത്ഥിക്കണത് അവർ കാണും. എന്നിട്ട് ചിലപ്പോൾ ആ പ്ലേഫുള്ളായിട്ടുള്ള ആ ഒരു പ്രായത്തൊക്കെ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ വിളിച്ചാൽ വരില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ മന്ത്രമൊക്കെ ചെല്ലുമ്പോൾ വേറെ എന്തെങ്കിലും എടുത്ത് കളിക്കും. പക്ഷെ അതൊന്നും സാരമില്ല. എന്താ കാരണം അറിയോ? അവർ വലുതായാൽ ഭയങ്കര ഭക്തന്മാരാവുന്നൊന്നും വിചാരിച്ചിട്ടല്ല ചെയ്യണത്. നമ്മളിത് എൻ്റെ ഒരമ്മയ്ക്ക് പഠിപ്പിച്ച് കൊടുക്കേണ്ടതാണ് എന്ന് വിചാരിച്ച് ചെയ്യുക നമ്മളല്ലേ. ഒരമ്മയുടെ ഡ്യൂട്ടിയാണ് നല്ലതൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ പ്രാർത്ഥന എന്നല്ല, എന്ത് നല്ലതും, ചീത്ത കണ്ടാൽ അരുതെന്ന് പറഞ്ഞു കൊടുക്കുക. അതൊക്കെ നമ്മൾ ആ സമയത്ത് ഒരിക്കലും വിചാരിക്കുന്നില്ല ഇവർ സത്യവാന്മാരാവും അല്ലെങ്കിൽ ഭയങ്കര യോഗികളാവും ഒന്നും വിചാരിച്ചിട്ടല്ലല്ലോ നമ്മളെ. പക്ഷേ നമുക്ക് കാണാം, അവർ വലുതായാൽ നമ്മൾ കുട്ടിക്കാലത്ത് പറഞ്ഞതൊക്കെ അന്ന് അവർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരതിലേക്കൊക്കെ തിരിച്ചു വരും, അവർക്കതൊക്കെ ഓർമ്മ വരും. നമ്മളിപ്പോൾ എൻ്റെ പ്രായത്തിൽ ഇപ്പോൾ 75 വയസ്സായ ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കാണുമെന്ന് വിചാരിച്ചിട്ടല്ല, എൻ്റെ അച്ഛനും അമ്മയും അറിയുമെന്ന് വിചാരിച്ചിട്ടല്ല അവരെനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ ഹോൾ ലൈഫ് വലുതായതിനു ശേഷം ഞാൻ ചെയ്തത്, അത് വിചാരിച്ചിട്ടല്ലല്ലോ. അപ്പോൾ ഒരമ്മയൊക്കെ അല്ലെങ്കിൽ അത്ര നമ്മളൊക്കെ അമ്മമാരുടെ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ, വളരെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യണതിനാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ഫലം. അതാണ് കൗശലമായിട്ട് കർമ്മം ചെയ്യൽ എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് 2:50 വായിച്ചിട്ട് ഇതൊന്ന് നിർത്താം. ബുദ്ധിയുക്തോ ജഹാതീഹ. അൺകണ്ടീഷണൽ ലവ് ഉണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒന്നും പ്രതീക്ഷിക്കില്ലേ. അവർക്ക് വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ നമുക്കുണ്ടാവുള്ളൂ, അല്ലേ? അതാണ് ഞാനത് ആദ്യം ഓർമ്മ വന്നുകൊണ്ട് പറയാം. അൺകണ്ടീഷണൽ ലവ് അങ്ങനെ ആവണം നമുക്ക് ഭഗവാനോടും. അൺകണ്ടീഷണൽ ലവ്, ഞാനിത് ചെയ്യേണ്ടതാണ്, ഞാൻ ചെയ്യുന്നു. അതാണ് ഒരു ഉദാഹരണം എനിക്ക് തോന്നണത് കേട്ടോ. ഓക്കെ, ഞാൻ 50 വായിച്ച് നിർത്താം. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുഹൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.